വിവാദങ്ങളുടെ ഒത്ത നടുവിലാണ് നടൻ സിദ്ദീഖ് ഇപ്പോഴുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് സിനിമയിൽ അവസരം ചോദിച്ച് യുവനടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ പരാതി ഉയർത്തിയതിന്റെ കൂട്ടത്തിലാണ് നടൻ സിദ്ദീഖിനെതിരെയും കേസ് ചുമത്തപ്പെട്ടത്. തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ വെച്ച് നടിയെ ആക്രമിച്ചു എന്നായിരുന്നു പരാതി. ആരോപണ വിധേയനായ നടന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചതോടെ അദ്ദേഹം പുറത്തുവരികയും ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ യുവനടി സിദ്ദീഖിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് കേസും വിവാദവുമായി നടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞു നിന്നത്. നടിയുടെ പീഡന ആരോപണത്തിന് പിന്നാലെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദീഖ് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് നടി സിദ്ദീഖിനെതിരെ നടത്തിയത്. +2 കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി സിദ്ദീഖ് ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് എനിക്ക് 21 വയസ്സാണ്. അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത്. അയാൾ എന്നെ പൂട്ടിയിട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നായിരുന്നു യുവതി പരാതിയിൽ പറഞ്ഞത്. കേസ് ഗൗരവമേറിയ ഒന്നായതുകൊണ്ട് തന്നെ നടിയുടെ വെളിപ്പെടുത്തൽ വന്നതിനു ശേഷം അറസ്റ്റ് തടയാനുള്ള നീക്കങ്ങൾ സിദ്ദീഖ് ആരംഭിച്ചിരുന്നെങ്കിലും അതും നടന്നിരുന്നില്ല. പിന്നീട് ഒളിക്കുകയായിരുന്നു. യുവനടിയുടെ പരാതിയിൽ സിദ്ദീഖിന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയപ്പോൾ അറസ്റ്റുണ്ടാകാതിരിക്കാൻ ഒരാഴ്ചയോളാണ് നടൻ ഒളിവിലായത്. തുടർന്ന് സുപ്രീം കോടതി ഇടക്കാല ആശ്വാസം അനുവദിച്ചതിന് പിന്നാലെയാണ് സിദ്ദീഖ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം താരത്തിന്റെ വീടിന് മുൻപിൽ ലഡ്ഡു വിതരണവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം താരത്തിന്റെ 62ാം പിറന്നാളായതുകൊണ്ടായിരിക്കാം ലണ്ടൻ കേസിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ കൂടിയും സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സിദ്ദീഖിന് പിറന്നാൾ ആശംസയുമായി എത്തിയിട്ടുമുണ്ടായിരുന്നു. സിദ്ദീഖിന്റെ രണ്ടാമത്തെ മകനും യുവനടനുമായ ഷഹീനും ആശംസകൾ നേർന്ന് എത്തിയിരുന്നു. ഷഹീന്റെ പെൺകുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടാണ് മകൻ പിതാവിന് ആശംസകൾ നേർന്നത്. പിറന്നാൾ ആശംസകൾ വാപ്പിച്ചെന്നാണ് ഷഹീൻ കുറിച്ചത്. പേരക്കുട്ടിയെ കൈകളിൽ എടുത്ത് കൊഞ്ചിക്കുന്ന സിദ്ദീഖിനെ ചിത്രങ്ങളിൽ കാണാം. ഇക്കഴിഞ്ഞ ജൂലൈ 27-നാണ് ഷഹീൻ തനിക്കും ഭാര്യ അമൃതദാസിനും പെൺകുഞ്ഞ് പിറന്ന വിവരം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. ദുആ ഷഹീൻ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത്. സിദ്ദീഖിന്റെ മൂത്ത മകൻ സാപ്പിയുടെ അകാല വേർപാടിൽ വേദനയിലായിരുന്നു. കുടുംബത്തിന് സാന്ത്വനമായാണ് കുടുംബത്തിലേക്ക് പുതിയ അതിഥി വന്നത്. സിദ്ദീഖിന്റെ കുടുംബത്തിൽ പിറക്കുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് ഷഹീന്റെ മകൾ. 2 കുഞ്ഞിക്കാലുകളാൽ ഞങ്ങളുടെ വീട് അല്പം കൂടി വളർന്നിരിക്കുന്നു. ദുആ ഷഹീൻ എന്ന മകളുടെ വരവോടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മകളുടെ കാലിൽ വിവാഹമോതിരങ്ങൾ അണിയിച്ചുകൊണ്ടുള്ള ചിത്രം പങ്കിട്ട് കുഞ്ഞു പിറന്ന വിവരം അമൃത അറിയിച്ചത്. വാപ്പിച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഷഹീൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നാൽ ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് നിരവധി വിമർശനങ്ങളാണ് ഈ ചിത്രങ്ങൾക്ക് വരുന്നത്. 2022 മാർച്ചിലായിരുന്നു ഷഹീന്റെയും ഡോക്ടറായ അമൃതയുടെയും വിവാഹം. ഇരുവരും 2 മതത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ മതപരമായ രീതിയിൽ വലിയ ചടങ്ങുകൾ ഇല്ലാതെയായിരുന്നു വിവാഹം നടന്നത്. ഏറെ വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഷഹീനും അമൃതയും ഒന്നായത്. ഒരു മകൾ കൂടി സിദ്ദീഖിനുണ്ട്. അടുത്തിടെയാണ് സിദ്ദീഖിന്റെ മൂത്ത മകനായി സാപ്പി എന്ന വിളിപ്പേരുള്ള റാഷിൻ അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു റാഷിന്റെ അന്ത്യം. ഭിന്നശേഷിക്കാരനായ മകന്റെ മരണം സിദ്ദീഖിനും കുടുംബത്തിനും വലിയ വേദനയാണ് സമ്മാനിച്ചിരുന്നത്. സലീം അഹമ്മദ് ചിത്രം പത്തേമാരിയിലൂടെയാണ് പിതാവിന്റെ വഴിയെ ഷഹീൻ അഭിനയ രംഗത്തെത്തുന്നത്. കസബ, ടേക്ക് ഓഫ്, ഒരു കുട്ടനാടൻ വ്ലോഗ്, വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 35-കാരനായ താരത്തിന്റെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ ശേഷം മൈക്കിൾ ഫാത്തിമയാണ്.